സിക്സ്ത് മൊഡ്യൂളിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് TSP. TSP എന്ന് പറയുന്നത് ട്രാവലിംഗ് സെയിൽസ്മാൻസ് പ്രോബ്ലം. ട്രാവലിംഗ് സെയിൽസ്മാൻസ് പ്രോബ്ലത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ടെർമിനോളജി ഓർ ഡിസൈൻ ടെക്നിക് എന്ന് പറയുന്നത് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ഡിസൈൻ ടെക്നിക്. ഇപ്പോൾ ബാക്ക് ട്രാക്കിംഗ് ഡിസൈൻ ടെക്നിക് നമ്മൾ പഠിച്ചു, ട്രീ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്ന മെത്തേഡാണ്. ഇതുപോലെ തന്നെയാണ് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് മെത്തേഡും, ട്രീ യൂസ് ചെയ്യണം. ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രെഡ് ഫസ്റ്റ് സെർച്ച് ട്രീ ആണ്. ബ്രെഡ് ഫസ്റ്റ് BFS സെർച്ച് ട്രീ ആണ് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. നേരത്തെ ബാക്ക് ട്രാക്കിംഗ് യൂസ് ചെയ്യുന്നത് DFS ആയിരുന്നു, ഡെപ്ത് ഫസ്റ്റ് സെർച്ച്. ഈ ബ്രെഡ് ഫസ്റ്റ് സെർച്ച് എന്ന് പറയുമ്പോൾ ബ്രെഡ് വൈസ് ഫസ്റ്റ് നോഡ് വിസിറ്റ് കഴിഞ്ഞാൽ ദെൻ സെയിം ലെവലിലുള്ള അഡ്ജസന്റ് നോഡ്സ് ആണ് നെക്സ്റ്റ് വിസിറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് ലെവലിലുള്ള നോഡ്സ് ആണ് വിസിറ്റ് ചെയ്യുന്നത്. ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ നോഡ്സും വിസിറ്റ് ചെയ്യണം. അപ്പൊ അതിന് പകരം നമ്മൾ ഇവിടെ ഒരു ബൗണ്ടിങ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ലീസ്റ്റ് കോസ്റ്റ് ഉള്ള ഓരോ നോഡിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ലീസ്റ്റ് കോസ്റ്റ് സെർച്ച്, ലീസ്റ്റ് കോസ്റ്റ് ഉള്ള മാത്രം. ഇപ്പൊ നമുക്ക് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലത്തിൽ മിനിമം ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പൊ ലീസ്റ്റ് കോസ്റ്റ് വരുന്ന നോഡിനെ മാത്രമാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. അതിനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നുള്ളൂ. ലീസ്റ്റ് കോസ്റ്റ് നോഡിനെ കോസ്റ്റ് ജനറേറ്റ് ചെയ്തിട്ട് ലീസ്റ്റ് കോസ്റ്റ് ആയിട്ടുള്ള നോഡിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. ഓക്കെ, ബൗണ്ടിങ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അപ്പർ ഇസ് ആൻ അപ്പർ ബൗണ്ട് ഓൺ ദ കോസ്റ്റ് ഓഫ് മിനിമം കോസ്റ്റ് സൊല്യൂഷൻ. ട്രാവലിംഗ് സെയിൽസ്മാൻസ് പ്രോബ്ലത്തിന്റെ ഡെഫിനിഷൻ എന്താ നോക്കാം. TSP, ഡെഫിനിഷൻ ഓഫ് TSP. Definition important ആണ്. Let G be a directed graph with edge cost Cij. The Cij is such that Cij greater than 0. ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യുക, അതിന്റെ Cij എന്ന് പറയുന്നത് എഡ്ജ് കോസ്റ്റ്, ഓരോ എഡ്ജിനും കോസ്റ്റ് ഉണ്ടായിരിക്കും, അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഫോർ ഓൾ I and J, then if Ij element of edge, let V number of vertices എന്ന് പറയുന്നത് n ആണ്. A tour of G is a directed simple cycle that includes every vertex in V. The cost of a tour is the sum of the cost of the edges on the tour. The TSP is to find a tour of minimum cost. ഇവിടെ പറയുന്ന ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഒരു സെയിൽസ്മാൻ ഈ 4 cities ആണ് വിചാരിക്കുക, 1 2 3 4. ഒരു സിറ്റിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ദെൻ ആ സിറ്റിയിൽ തന്നെ തിരിച്ചെത്തണം. അതുകൊണ്ടാണ് ടൂർ ഓഫ് ജീസ് ഡയറക്റ്റ് സിമ്പിൾ സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു സിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ സിറ്റിയിൽ തന്നെ തിരിച്ചെത്തണം. എത്ര സിറ്റീസ് ആണോ തന്നിരിക്കുന്നത് അതിലെ എല്ലാ സിറ്റിനെ മാക്സിമം ഒരു തവണ മാത്രമാണ് വിസിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഒരു തവണ മാത്രമാണ് ഈ സിറ്റീസിനെയൊക്കെ വിസിറ്റ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇതിന്റെ എഡ്ജിന്റെ കോസ്റ്റ് മിനിമം ആയിരിക്കണം. ഇതാണ് ഇതിന്റെ കണ്ടീഷൻ. ടൂർ ഓഫ് ജീസ് ഡയറക്റ്റ് സിമ്പിൾ സൈക്കിൾ ദാറ്റ് ഇൻക്ലൂഡ്സ് എവറി വെർട്ടെക്സ് ഇൻ ബി. എല്ലാ വെർട്ടെക്സിൽ കൂടെയും ഇയാൾ പോയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ദ കോസ്റ്റ് ഓഫ് എ ടൂർ ഇസ് ദ സം ഓഫ് ദ കോസ്റ്റ് ഓഫ് ദ എഡ്ജസ് ഓൺ ദ ടൂർ. ഈ എഡ്ജസിന്റെ സമ്മാണ് ഈ കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് മിനിമം ആയിരിക്കണം. ഇതാണ് TSPയുടെ സ്റ്റേറ്റ് സ്പേസ് ട്രീ. നമുക്ക് കംപ്ലീറ്റ് സ്റ്റേറ്റ് സ്പേസ് ട്രീ എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. അപ്പൊ ഇവിടെ ഇതാണ് നമുക്ക് ഗ്രാഫ് തന്നിരിക്കുന്നത്. ഇതാണ് TSPയുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു 4 സിറ്റീസ് ആണ്. ഇപ്പൊ ഒരാൾ ഫസ്റ്റ് സിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ മാക്സിമം പോസിബിലിറ്റീസ് വെച്ച് വരയ്ക്കുന്നതാണ് നമുക്ക് കംപ്ലീറ്റ് സ്റ്റേറ്റ് സ്പേസ് ട്രീ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ സ്റ്റേറ്റ് സ്പേസ് ട്രീ ഇതിന്റെ വരയ്ക്കാമെന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 എന്ന് പറയുന്ന ഈ സിറ്റിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അതാണ് ഇവിടെ 1 കൊടുത്തിരിക്കുന്നത്. 1ൽ നിന്ന് എങ്ങോട്ടൊക്കെ പോകാൻ പറ്റും? 2ലേക്ക് പോവാം, 3ലേക്ക് പോവാം, 4ലേക്ക് പോവാം. സിറ്റി 2 അല്ലെങ്കിൽ സിറ്റി 3ലേക്ക് പോവാം, അല്ലെങ്കിൽ സിറ്റി 4ലേക്ക് പോവാം. ഓക്കെ, ഇനി സിറ്റി 2ലേക്ക് പോയി എന്ന് വിചാരിക്കും. ആദ്യത്തെ ഈ ഓപ്ഷൻ എടുത്തു, ഫസ്റ്റ് സിറ്റിയിലേക്ക് പോയി. പിന്നെ 2ൽ നിന്ന് എങ്ങോട്ടൊക്കെ പോകാൻ പറ്റും? 2ൽ നിന്ന് ഓൾറെഡി 1ൽ നിന്നാണ് വന്നത്, പിന്നെ ബാക്കിയുള്ള ഇതാണ് 3. 2ൽ നിന്ന് 3ലേക്കും പോവാം, അതുപോലെ 2ൽ നിന്ന് 4ലേക്കും പോവാം. ഓക്കെ, ഈ 3ൽ നിന്ന് ബാക്കി ഇങ്ങോട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ, 4ലേക്ക് പോവാം. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ദെൻ ഇപ്പൊ ഇവിടെ 1 2 4 കഴിഞ്ഞ പിന്നെ ബാക്കി വരുന്നത് 3 ആണ്. ഇവിടെ 3 എന്ന് പറഞ്ഞ സിറ്റിയിൽ നിന്ന് എങ്ങോട്ടൊക്കെ പോകാൻ പറ്റും? 2ലേക്കും പോകാൻ പറ്റും, 4ലേക്കും പോകാൻ പറ്റും. 1ൽ നിന്നാണ് വന്നത്, 1ഉം 3ഉം കഴിഞ്ഞു, പിന്നെ 2ലേക്കും 4ലേക്കും ആണുള്ളത്. ഓക്കെ, ഇനി 2ൽ നിന്ന് എങ്ങോട്ട് പോകാൻ പറ്റും? 4ലേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ദെൻ 4ൽ നിന്ന് 2ലേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ദെൻ ഇവിടെ 4ലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ 2ലേക്കും 3ലേക്കും പോകാൻ പറ്റും. 1ൽ നിന്നാണ് വന്നത്, പിന്നെ 2ൽ നിന്ന് ബാക്കി വരുന്നത് 3 ആണ്, 3ൽ നിന്ന് ബാക്കി വരുന്നത് 2 ആണ്. ഓക്കെ, ഇങ്ങനെ ഡിഫറൻസ് ബിറ്റ്വീൻ ബാക്ക് ട്രാക്കിംഗ് ആൻഡ് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ടെക്നിക്.
ബാക്ക് ട്രാക്കിങ്ങിൽ യൂസ് ചെയ്യുന്നത് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ആണ്. ബ്രാഞ്ച് ആൻഡ് ബൗണ്ടിൽ യൂസ് ചെയ്യുന്നത് ബ്രെഡ്ത് ഫസ്റ്റ് സെർച്ച് ആണ്. അതാണ് അതിന്റെ മെയിൻ ഡിഫറൻസ്. ഇവിടെ നമുക്കൊരു ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രെയിൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷനെയാണ് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. എ ഫീസിബിൾ സൊല്യൂഷൻ ഇസ് ഇൻ എ പ്രോബ്ലം സെർച്ച് സ്പേസ് ഇസ് ദാറ്റ് സൊല്യൂഷൻ വിച്ച് സാറ്റിസ്ഫൈസ് ദ ഗിവൺ കൺസ്ട്രെയിൻസ്. ഇപ്പൊ TSP-യിലാണെങ്കിൽ ദ കൺസ്ട്രെയിന്റ് എന്താണ്? ഈച്ച് സിറ്റി ഷുഡ് ബി വിസിറ്റഡ് എക്സാക്ട്ലി വൺസ് ആൻഡ് ഷുഡ് കം ബാക്ക് ടു ദ സെയിം സിറ്റി ഫ്രം വേർ ദ പേഴ്സൺ ഹാസ് സ്റ്റാർട്ടഡ്. ഇത് രണ്ടുമാണ് കൺസ്ട്രെയിന്റ് ഉള്ളത്. ഓരോ സിറ്റി എക്സാക്ട്ലി വൺസ്, എല്ലാ സിറ്റിയും വിസിറ്റ് ചെയ്യണം, എക്സാക്ട്ലി വൺസ് ആണ് വിസിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ സ്റ്റാർട്ടിംഗ് സിറ്റിയിലേക്ക് തിരിച്ചു വരണം. ഈ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? An optimal solution is a feasible solution which maximizes or minimizes the objective function. ഇവിടെ ഈ കേസിൽ മിനിമൈസിംഗ് ആണ് TSP-യിൽ വരുന്നത്. അതായത് ഷോർട്ടസ്റ്റ് പാത്ത് കവേർഡ് ബൈ TSP. ഡിസ്റ്റൻസ് മിനിമം ആയിട്ടുള്ളതിനെയാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്ന പാത്തുകൾ ഇപ്പോൾ ഒരു സിറ്റിന്ന് കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ പോയിട്ട് ഇയാൾക്ക് ഇങ്ങനെ ഇതിലേക്ക് പോവാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് പോവാം. അങ്ങനെ ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ട്. ഡിഫറെന്റ് ഓപ്ഷൻസിൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് മിനിമം വെയിറ്റ് ആയിട്ട് വരുന്ന ഓപ്ഷനെയാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ഈസ് എ മെത്തേഡ് ഓഫ് സിസ്റ്റമാറ്റിക്കലി സെർച്ചിങ് ഫോർ എ സൊല്യൂഷൻ ഇൻ എ സ്റ്റേറ്റ് സ്പേസ് ട്രീ. സ്റ്റേറ്റ് സ്പേസ് ട്രീ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇറ്റ് യൂസസ് BFS. It consists of generating the partial solution by adding an item and discarding the ones that cannot lead to a feasible solution based on some bound. TSP is an example of a minimization problem. ഇതിന്റെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. Solve the following TSP using branch and bound. ഇവിടെ നമുക്കൊരു TSP തന്നിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് 1 ആണെന്ന് വിചാരിക്കാം. ഇവിടെ കോസ്റ്റ് മെട്രിക്സ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ചിലപ്പോൾ എഡ്ജിലായിരിക്കും ഇവിടെ 1 to 2 കോസ്റ്റ് 20 തന്നിട്ടുണ്ട്. 1 to 2 ഇപ്പൊ ചിലപ്പോൾ ഫിഗറിൽ തന്നെ മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കാം, മെട്രിക്സ് ആയിട്ട് തന്നിട്ടുണ്ടായിരിക്കും. ഈ ക്വസ്റ്റ്യനിൽ ഫിഗറിലാണ് എഡ്ജ് ആയിട്ട് മാർക്ക് ചെയ്തെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ മെട്രിക്സ് വരയ്ക്കണം. മെട്രിക്സിന്റെ ഓപ്പറേഷൻസ് ആണ് ഇതിൽ ചെയ്യേണ്ടത്. ഇതാണ് ഇതിന്റെ കോസ്റ്റ് മെട്രിക്സ് പറയുന്നത്. പിന്നെ കോസ്റ്റ് മെട്രിക്സ് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ പാരലലി ഇതിന്റെ ട്രീയും കൂടി വരച്ചു പോകണം. ഇപ്പൊ സിറ്റി 1 നിന്നാണ് ട്രാവലിംഗ് സെയിൽസ്മാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 നിന്ന് എങ്ങോട്ടൊക്കെ പോകാൻ പറ്റും? 1 നിന്ന് ഗ്രാഫ് നോക്കി തീരുമാനിക്കും. 2ലേക്ക് പോവാം, 3ലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഡയറക്റ്റ് കണക്ഷൻ ഉള്ള 3ലേക്ക് പോവാം, 4ലേക്ക് പോവാം, 1 നിന്ന് 5ലേക്കും പോവാം. അപ്പൊ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഇപ്പൊ ഒരു സ്റ്റേറ്റ് സ്പേസ് ട്രീ പാരലലി വരച്ചു കൊടുക്കുക. പ്രോബ്ലം ചെയ്യുന്നതിനൊപ്പം തന്നെ ഒരു പേജിൽ സ്റ്റേറ്റ് സ്പേസ് ട്രീ, ഇപ്പൊ ഇവിടെയാണ് വരച്ചിരിക്കുന്നത് സ്റ്റേറ്റ് സ്പേസ് ട്രീ. അപ്പൊ 1 എന്ന് പറയുന്ന ഒരു നോഡ് എടുത്തു. 1 നിന്ന് എങ്ങോട്ടൊക്കെ പോവാന്നുള്ളത് വരച്ചു. 2ലേക്ക് പോകാൻ പറ്റും, 3ലേക്ക് പോകാൻ പറ്റും, 4ലേക്ക് പോകാൻ പറ്റും, 5ലേക്ക് പോകാൻ പറ്റും. ഇനി നമുക്ക് ഓരോ നോഡിന്റെയും കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യം 1ന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഓരോ നോഡിന്റെയും കോസ്റ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് നോഡിന് ആദ്യം നമ്മളിവിടെ വരച്ചു. അപ്പൊ ഞാൻ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഫസ്റ്റ് നോഡ്, ഇപ്പൊ ഈ ട്രീ ഇവിടെ വരയ്ക്കുകയാണെന്ന് വിചാരിക്കും. ട്രീ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നോഡ് ഇവിടെ വരയ്ക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് നോഡിന്റെ കോസ്റ്റ് എന്ത് ചെയ്യണം? ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. C ഈക്വൽ ടു എന്താണ്? ഇപ്പൊ ഈ നോഡിനെ 1 പേര് കൊടുത്തു. ഫസ്റ്റ് നോഡിൽ നിന്ന് എങ്ങോട്ടൊക്കെ പോകാൻ പറ്റും? 2ലേക്ക് പോകാൻ പറ്റും. ഇത് പാരലലി നമ്മൾ വരച്ചു വേണം. നമ്മുടെ പ്രോബ്ലം കഴിയുമ്പോഴാണ് ഈ ട്രീയും കംപ്ലീറ്റ് ആവുള്ളൂ. 3, 4, 5. ഇനി ഓരോ നോഡിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ മെട്രിക്സ്, ഈ അഡ്ജസൻസി മെട്രിക്സ് ആണ് യൂസ് ചെയ്തിട്ടാണ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് ഒരു അപ്പർ എന്ന് പറഞ്ഞ ഒരു വാല്യൂ ഇൻഫിനിറ്റി ആക്കി വെക്കും. ലാസ്റ്റ് ആൻസർ കിട്ടുമ്പോൾ അപ്പറിനെ ആ ആൻസർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. ഓക്കെ, ഇനി ഓരോന്നിന്റെ ഫസ്റ്റ് ഓരോ നോഡിന്റെയും കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ആദ്യം വെർട്ടെക്സ് 1ന്റെയാണ് നമ്മൾ ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് അറ്റ് വെർട്ടെക്സ് 1, ടേക്ക് അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടേക്ക് ദ അഡ്ജസൻസി മെട്രിക്സ് ആൻഡ് റെഡ്യൂസ് ഇറ്റ്. ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അഡ്ജസൻസി മെട്രിക്സിനെ എടുക്കാം. ഈ അഡ്ജസൻസി മെട്രിക്സ് എടുത്തിട്ട് അതിനെ റെഡ്യൂസ് ചെയ്യാം. റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ് നോക്കാം. റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെട്രിക്സിനെ റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ റോയിനെ റെഡ്യൂസ് ചെയ്യണം ആദ്യം, അത് കഴിഞ്ഞാൽ അതിന്റെ കോളത്തിനെ റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, റോയിനെ റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? റോയിൽ അറ്റ്ലീസ്റ്റ് ഒരു റോ എടുക്കുകയാണെങ്കിൽ എല്ലാ റോയിലും ഒരു വാല്യൂ എങ്കിലും മിനിമം വാല്യൂസ് ഇൻ ഈച്ച് റോ ആൻഡ്, അപ്പൊ ഒരു റോ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു വാല്യൂ എങ്കിലും 0 ആവണം. When a row or column is reduced, it will have at least one element as 0. ഒരു എലമെന്റ് എങ്കിലും 0 ആവണം, എന്നാലാണ് അതിനെ റെഡ്യൂസ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ റോയിനെ റെഡ്യൂസ് ചെയ്യാൻ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? അതിന് എന്ത് ചെയ്യണം? റൈറ്റ് ദ മിനിമം വാല്യൂസ് ഇൻ ഈച്ച് റോ ആൻഡ് സബ്ട്രാക്ട് ഇറ്റ് ഫ്രം ദ റോ.
അതായത് ഓരോ റോയിലെയും ഇപ്പൊ ഈ അഡ്ജസൻസി മാട്രിക്സ് എഴുതി എന്നിട്ട് ആ അഡ്ജസൻസി മാട്രിക്സിലെ ഇപ്പൊ സപ്പോസ് ഇതാണ് നമ്മുടെ അഡ്ജസൻസി മാട്രിക്സ് ഫസ്റ്റ് ഇതിന്റെ. അപ്പൊ അതിന്റെ അഡ്ജസൻസി മാട്രിക്സിലെ മിനിമം എലമെന്റ് എഴുതാം. ഇതിലെ മിനിമം എലമെന്റ് ഏതാണ്? ഇവിടെ മിനിമം എലമെന്റ് എന്ന് പറയുന്നത് 10 ആണ്. നെക്സ്റ്റ് റോയിലെ മിനിമം എലമെന്റ് 2 ആണ്. നെക്സ്റ്റ് റോയിലെ 2 ആണ്. ദെൻ നെക്സ്റ്റ് 3, നെക്സ്റ്റ് 4. മിനിമം എലമെന്റ്സ് എഴുതാം. ഓക്കെ. ഇനി മിനിമം എലമെന്റിനെ ഓരോ റോയിലെ എലമെന്റിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു റോയിൽ 0 കിട്ടും. എല്ലാ റോയിലും അങ്ങനെ 0 കിട്ടും. ഓക്കെ. അപ്പൊ ഇവിടെ റോ മിനിമം ആണ് ഇവിടെ നമ്മൾ എഴുതിയത്. അപ്പൊ 10 ആണ് മിനിമം എലമെന്റ്. അതിനെ ഓരോ എലമെന്റിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാം. ഇൻഫിനിറ്റിന്ന് മൈനസ് ചെയ്താൽ ഒന്നും ഡിഫറൻസ് വരില്ല. 20 മൈനസ് ചെയ്യുമ്പോൾ എന്താവും 10, 30 മൈനസ് ചെയ്യുമ്പോൾ 20, 10 മൈനസ് ചെയ്യുമ്പോൾ 0, 11 10 പോയി കഴിഞ്ഞാൽ 1. ഓക്കെ. അപ്പൊ ഒരു എലമെന്റ് ഇവിടെ 0 വന്നു. അതാണ് റോയിനെ റെഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത്. ഇതുപോലെ നെക്സ്റ്റ് റോയിനെ റെഡ്യൂസ് ചെയ്യാം. 15 2 കഴിഞ്ഞാൽ 13, ഇൻഫിനിറ്റിന്ന് മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല. 16 2 പോയി കഴിയുമ്പോൾ 14, 4 2 കഴിയുമ്പോൾ 2, 2 2 പോയി കഴിഞ്ഞാൽ 0. ദെൻ നെക്സ്റ്റ് അതുപോലെ ചെയ്യാം. 3 2 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 3 2 മൈനസ് ചെയ്താൽ 1. ഇവിടെ ഇതിന്റെ മിനിമം ഏതാണോ റോ മിനിമത്തിന് മൈനസ് ചെയ്യാം. 5 2 പോയാൽ 3, ഇൻഫിനിറ്റിന്ന് ചെയ്യേണ്ട. 2 2 പോയി കഴിഞ്ഞാൽ 0, ഇൻഫിനിറ്റിന്ന് മൈനസ് ചെയ്താലും പ്ലസ് ചെയ്താലും ഇൻഫിനിറ്റി തന്നെ ആയിരിക്കും. ഓക്കെ. 4 2 മൈനസ് ചെയ്താൽ 2. അഗൈൻ നെക്സ്റ്റ് റോ എടുക്കുക. 4th റോയിൽ 3 ആണ് ചെയ്യേണ്ടത്. 19 3 മൈനസ് ചെയ്താൽ എത്രയാണ്? 16. Then 16 3 മൈനസ് ചെയ്താൽ 3, 18 3 മൈനസ് ചെയ്താൽ എത്രയാണ്? 15. Then ഇൻഫിനിറ്റി 3 മൈനസ് ചെയ്താൽ 0. അപ്പൊ എല്ലാ റോയിലും അറ്റ്ലീസ്റ്റ് ഒരു എലമെന്റ് എങ്കിലും 0 ഉണ്ടാവും. അതിനെയാണ് റോ മിനിമൈസ് ചെയ്യാന്ന് പറയുന്നത്. ദെൻ 4, 16 4 മൈനസ് ചെയ്താൽ എന്താണ്? 12. 4 4 കഴിഞ്ഞാൽ 0, 7 4 പോയാൽ 3, 16 3 മൈനസ് ചെയ്താൽ 16 4 മൈനസ് ചെയ്താൽ 12, then ഇൻഫിനിറ്റി. ഓക്കെ. ഇപ്പൊ റോകൾ എല്ലാം റോയിലെ ഏത് റോ എടുത്ത് നോക്കിയാലും ഒരു എലമെന്റെങ്കിലും 0 ആയി. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് കോസ്റ്റ് അഡ്ജസൻസി മെട്രിക്സ് എടുത്തിട്ട് അതിന്റെ റോ ആ മെട്രിക്സിനെ റെഡ്യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ അതിനെ റോ റെഡ്യൂസ് ചെയ്തു. ഇനി ഇതുപോലെ എന്ത് ചെയ്യണം? കോളം റെഡ്യൂസ് ചെയ്യണം. കോളം റെഡ്യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പൊ കിട്ടിയ മെട്രിക്സിൽ അപ്ഡേറ്റഡ് വാല്യൂസ് ഉണ്ട്. അതിലെ കോളത്തിൽ ഇതുപോലെ റോ ആണ് ആദ്യം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ കോളം ചെയ്യുമ്പോൾ കോളത്തിലെ മിനിമം വാല്യൂ അപ്ഡേറ്റഡ് വാല്യൂസ് നോക്കാം. അതിലെ മിനിമം വാല്യൂ എടുത്ത് എഴുതാം. ഇതിലേതാണ്? ഇപ്പൊ 1 ഉണ്ട്. ഇപ്പൊ 1 ആണ് മിനിമം വാല്യൂ. 0 ഉണ്ടെങ്കിൽ 0 ആയിരിക്കും. ഇവിടെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. ഇവിടെ 0 ആണ്. ഇവിടെ 0 ആണ്. ഓക്കെ. ഇനി കോളത്തിന് അതുപോലെ മിനിമം വാല്യൂ കോളത്തിനെ റെഡ്യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ 1 ആണ് മൈനസ് ചെയ്യേണ്ടത് കോളത്തിൽ എലമെന്റ്സ്. അപ്പൊ ഇൻഫിനിറ്റിന്ന് 1 പോയി കഴിഞ്ഞാൽ എന്താണ്? ഇൻഫിനിറ്റിന്ന് 1 പോയാൽ അതൊരു ഡിഫറൻസ് വരില്ല. അപ്പൊ നമുക്ക് അത് ചെയ്യേണ്ട. ഇൻഫിനിറ്റിയിൽ ഇത് മൈനസ് ചെയ്ത് ഡിഫർ ചെയ്യില്ല. 13 1 മൈനസ് ചെയ്ത് എത്രയായിരിക്കും? 13 1 പോയാൽ 12. ഓക്കെ. 1 1 മൈനസ് ചെയ്താൽ 0. ദെൻ 16 1 മൈനസ് ചെയ്താൽ 15. ദെൻ 12 1 മൈനസ് ചെയ്താൽ 11. ഓക്കെ. ഈ കോളത്തിൽ 0 ആണ് മൈനസ് ചെയ്യേണ്ടത്. 0 മൈനസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട ആവശ്യമില്ല. അത് മാറ്റർ ചെയ്യില്ല. ഓക്കെ. ആ എലമെന്റ് തന്നെയായിരിക്കും. നെക്സ്റ്റ് കോളത്തിൽ 3 ആണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പൊ 20 3 മൈനസ് ചെയ്താൽ എത്രയാണ്? 17. 14 3 പോയി കഴിഞ്ഞാൽ 11. ദെൻ ഇൻഫിനിറ്റി. ദെൻ 15 3 പോയി കഴിഞ്ഞാൽ 12. 3 3 മൈനസ് ചെയ്താൽ 0. പുതിയ എലമെന്റ്സ് നമുക്ക് ഈ മാട്രിക്സിലൊക്കെ കിട്ടും. ദെൻ അഗെയിൻ 0, ഇതും 0 ആണ്. ഓക്കെ. അപ്പൊ ഇതാണ് നമുക്ക് ന്യൂ ഒരു അപ്ഡേറ്റ്. നമ്മുടെ മെട്രിക്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. റോയും കോളും റിഡക്ഷൻ. ഇനി എത്രയ്ക്കാണ് നമ്മൾ ടോട്ടൽ റിഡക്ഷൻ നടന്നത്? കോസ്റ്റ് ഓഫ് റിഡക്ഷൻ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഈ റോയിലെ വാല്യൂസ് ഒക്കെ ആഡ് ചെയ്ത് നോക്കാം. നമ്മൾ കുറച്ച് വാല്യൂസ് ഒക്കെ ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ എത്രയാണ്? 10 + 2 + 2 + 3 + 4. അപ്പൊ അത് 21 കിട്ടും. പ്ലസ് കോളത്തിൽ 3 + 1 എന്ന് പറയുമ്പോൾ 4. 21 + 4 എന്ന് പറയുമ്പോൾ നമുക്ക് 25. ഇതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ഫസ്റ്റ് നോഡിന്റെ കോസ്റ്റ് ആയിട്ട് ഇടേണ്ടത്. ഓക്കെ. അപ്പൊ ഈ വാല്യൂവിനെ നമുക്ക് 25 എന്ന് പറയുന്ന കിട്ടിയ വാല്യൂവിനെ ഫസ്റ്റ് നോഡ് 1 നമ്മളത് അസൈൻ ചെയ്ത് കൊടുത്തു. ഓക്കെ. ഇനി നമുക്ക് അപ്പോൾ ഒരു ഇതിനകത്തിന്റെ കോസ്റ്റ് കാൽക്കുലേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യണത് നോഡ് 2 ഇനി നമുക്ക് 2 3 4 5 കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ ഇതിന്റെ 4 പേരുടെയും പാരന്റ് ആരാണ്? നോഡ് 1 ആണ് പാരന്റ്. അപ്പൊ ഇവർ ഇതുപോലെ മെട്രിക്സ് എടുത്ത് സെയിം കാര്യം തന്നെ റെഡ്യൂസ് ചെയ്യലൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഏത് മെട്രിക്സ് ആണ് ഇവർക്ക് എടുക്കേണ്ടത്? ഫസ്റ്റത്തെ നോഡിന് എടുത്തത് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്ന അഡ്ജസൻസി മെട്രിക്സ്, ഒറിജിനൽ അഡ്ജസൻസി മെട്രിക്സ് ആണ് എടുത്തത്. ഇവർക്ക് എടുക്കുമ്പോൾ 2 3 4 5 ഇനി ഓരോ നോഡിനും എടുക്കുമ്പോൾ അതിന്റെ ഇമ്മീഡിയറ്റ് പാരന്റിന്റെ മെട്രിക്സ് ആണ്, അപ്ഡേറ്റഡ് മെട്രിക്സ് ആണ് എടുക്കേണ്ടത്.
ഈ 2ന്റെ പാരന്റ് എന്ന് പറയുന്നത് ആരാണ്? 2ന്റെയും 3ന്റെയും 4ന്റെയും 5ന്റെയും പാരന്റ് എന്ന് പറയുന്നത് നോഡ് 1 ആണ്. നോഡ് 1ന്റെ അപ്ഡേറ്റ് ചെയ്ത മെട്രിക്സ് എന്ന് പറയുന്നത് ഇപ്പൊ കിട്ടിയ വാല്യൂസ്, അതായത് ഇപ്പോ ഇൻഫിനിറ്റി 10 17 0 1 ഇതാണ് അപ്ഡേറ്റഡ് വാല്യൂസ് ഇതിന്റെ. അതുപോലെ 12 ഇൻഫിനിറ്റി 11 2 0 ഈ അപ്ഡേറ്റഡ് വാല്യൂസ് വെച്ചിട്ടുള്ള നോഡ് 1ന്റെ അപ്ഡേറ്റഡ് മാട്രിക്സ്, പാരന്റിന്റെ അപ്ഡേറ്റഡ് മാട്രിക്സ് നമ്മൾ നോഡ് 2ന് വേണ്ടി ചെയ്യുമ്പോൾ അതാണ് എടുക്കേണ്ടത്. ഇപ്പൊ ഇവിടെ നോഡ് 2ന് വേണ്ടി ചെയ്തപ്പോൾ നമ്മൾ ഈ വാല്യൂസ് എടുത്തു. ഫോർ എക്സാമ്പിൾ ഇതിനെ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാനിവിടെ ചെയ്യുന്ന ഇവിടെ എഴുതാം. നോഡ് 2ന്റെ എടുക്കുമ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ സൈഡിലായിട്ട് എഴുതാം. എങ്ങനെയാണ് കിട്ടിയതെന്ന് നോക്കാം. ഇവിടെ നോഡ് 1ന്റെ അപ്ഡേറ്റഡ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ നോഡ് 1ന്റെ അപ്ഡേറ്റഡ് മെട്രിക്സിലെ വാല്യൂസ് എടുത്ത് എഴുതണം. ഏതൊക്കെയാണ്? ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് 12 ആണ്. 12 പിന്നെ ഇവിടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ്, സോറി ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി 10 17 0 1. ഓക്കെ, റെഡ്യൂസ് റോയും റെഡ്യൂസ് കോളവും കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് ആണ് നമ്മൾ എടുത്ത് എഴുതുന്നത്. ഇതുപോലെ എഴുതുമ്പോൾ നമുക്കിവിടെ അപ്ഡേറ്റഡ് വാല്യൂസ് ഇതിന്റെ വരുന്നത് ഇൻഫിനിറ്റി then 10 17 then 0 then 1. ഫസ്റ്റ് റോ ഇതാണ്. then സെക്കൻഡ് റോ അതുപോലെ. സെക്കൻഡ് റോ എന്ന് പറയുമ്പോൾ അപ്ഡേറ്റഡ് വാല്യൂസ് 12 ഇൻഫിനിറ്റി 11 2 0. then next 0 3 ഇൻഫിനിറ്റി 0 2. then next വരുന്നത് 15 3 12 ഇൻഫിനിറ്റി 0. നെക്സ്റ്റ് 11 0 0 12 ഇൻഫിനിറ്റി. നോഡ് 1ന്റെ അപ്ഡേറ്റഡ് മെട്രിക്സ് എഴുതി. ഇനി സെയിം പ്രോസസ്സ് തന്നെ ഇവിടെ ചെയ്യാം. ഇവിടെ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് ഇതിൽ. എന്താണ് ആദ്യം ചെയ്യേണ്ടത്? റെഡ്യൂസ് മാട്രിക്സ്, അതായത് റോ ആദ്യം റെഡ്യൂസ് ചെയ്യുക. റോ റെഡ്യൂസിങ് കോളം റെഡ്യൂസിങ്ങും ആണ് ഇതിൽ ചെയ്യേണ്ടത്. അപ്പൊ മാട്രിക്സ് റെഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ഇവിടെ ചെയ്യണം. മുമ്പ് നോഡ് 2 തുടങ്ങി ഫസ്റ്റ് നോഡിന് അത് ചെയ്യേണ്ട, സെക്കൻഡ് നോഡ് തുടങ്ങി അത് ചെയ്യണം. അതായത് ഇപ്പൊ നമ്മൾ നോഡ് 2ന്റെ ആണ് എടുക്കുന്നത്. 2ന്റെ എന്ന് പറയുമ്പോൾ എന്താണ്? നോഡ് 1 അതായത് സിറ്റി 1 2ലേക്ക് ട്രാവലിംഗ് സെയിൽസ്മാൻ പോയി ആ കേസാണ് എടുക്കുന്നത്. 1 to 2 അതാണ് എടുക്കുന്നത്. അപ്പൊ നോഡ് 2 എന്ന് പറയുന്നത് ഏത് എഡ്ജാണ് കൺസിഡർ ചെയ്യുന്നത്? നമ്മളിവിടെ നോഡ് 2ന്റെ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എഡ്ജ് എന്ന് പറയുന്നത് എഡ്ജ് ഏതാണ്? എഡ്ജ് 1 to 2 ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ മെട്രിക്സിൽ നോഡ് 1ന്റെ മെട്രിക്സ് പാരന്റ് മെട്രിക്സിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് റോയും ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ij എന്നാണെങ്കിൽ ith റോ, അതുപോലെ ഇവിടെ സെക്കൻഡ് കോളം സെക്കൻഡ് നോഡിനാണ് ചെയ്യുന്നത്. ഈ 1 to 2 ഇത് രണ്ടും ഇൻഫിനിറ്റി ആക്കണം. അതുകൂടാതെ ഈ 2 1 എന്ന് പറയുന്ന എലമെന്റും ഇൻഫിനിറ്റി ആക്കണം. അതാണ് ഇവിടെ എഴുതിയത്. മേക്ക് റോ 1 ആൻഡ് കോളം 2 ടു ഇൻഫിനിറ്റി. റോ 1 കംപ്ലീറ്റ് ഇൻഫിനിറ്റി ആക്കണം. ഓക്കെ, ദെൻ കോളം 2. ഇപ്പൊ എന്തുകൊണ്ടാണ് റോ 1ഉം കോളം 2ഉം വന്നത്? ഇങ്ങനെയാണ് നോക്കേണ്ടത്. നോഡ് 2ന് വേണ്ടി നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ എന്ത് ചെയ്യണം? നോഡ് 2 എന്ന് പറയുന്നത് അതിന്റെ പാരന്റ് 1 ആണ്. 1 2 അങ്ങനെയാണ്. അപ്പൊ റോ 1 പാരന്റിന്റെ റോയും അതുപോലെ തന്നെ ഇതിന്റെ കോളം, പാരന്റിന്റെ റോ ഇതിന്റെ കോളം ഇൻഫിനിറ്റി ആക്കാം. 1 to 2 ഇൻഫിനിറ്റി ആക്കണം. പിന്നെ അതുപോലെ ഈ നോഡിന്ന് സോഴ്സ് നോഡിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് 2 1 അതും ഇൻഫിനിറ്റി ആക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത് നോക്കാം. അപ്പൊ ഇവിടെ നമ്മളിവിടെ നോഡ് 2ന്റെ ചെയ്യുന്ന ഇവിടെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതില് റോ 1 ഇൻഫിനിറ്റി ആക്കി, കോളം 2ഉം അതുപോലെ ഇൻഫിനിറ്റി ആക്കുക. ഓൾറെഡി ഇൻഫിനിറ്റി ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്ത എലമെന്റ്സിനൊക്കെ ഇൻഫിനിറ്റി ആക്കി. ഓക്കെ, പിന്നെ എന്തിനും കൂടി ആക്കണം? 3 കാര്യങ്ങൾ ഇൻഫിനിറ്റി ആക്കണം. റോ 1 ആക്കണം, കോളം 2 ആക്കണം, പിന്നെ എലമെന്റ് 2 to 1. 2ൽ നിന്ന് ഈ നോഡ് 2ന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ നിന്ന് സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് എപ്പോഴും 1 ആണ്. എല്ലാത്തിലും 1ലേക്കാണുള്ളതാണ് ഇൻഫിനിറ്റി ആക്കുന്നത്. അപ്പൊ സെക്കൻഡ് റോയിൽ നിന്ന് 1ലേക്കുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഇതും ഇൻഫിനിറ്റി ആക്കാം. ഇനി ഇതിനെന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത പ്രോസസ് ചെയ്യുക. റോ റെഡ്യൂസ് ചെയ്യുക, കോളം റെഡ്യൂസ് ചെയ്യുക. അപ്പൊ എല്ലാം ഇൻഫിനിറ്റി ആകുമ്പോൾ നമുക്ക് അതിലൊന്നും എഴുതണ്ട. മിനിമം വാല്യൂ എല്ലാത്തിനും ഇവിടെ എഴുതാം. അപ്പൊ എല്ലാം ഇൻഫിനിറ്റി ആകുമ്പോൾ നമുക്കൊന്നും എഴുതാനില്ല. ഈ ഫസ്റ്റ് റോയിൽ, സെക്കൻഡ് റോയിൽ മിനിമം എലമെന്റ് 0 ആണ്. തേർഡ് റോയിൽ 0, ഫോർത്ത് റോയിൽ 0, ഫിഫ്ത്ത് നെക്സ്റ്റ് റോയിലും 0 ഉണ്ട്.
അപ്പോൾ 0 ആണ്. 0 ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും മാറ്റർ ചെയ്യില്ല. ഈ കോളംസിന് നോക്കാം. ഇവിടെ 0 ആണ്, ഇവിടെ 0, തേർഡ് കോളം 0, ഫോർത്ത് കോളം 0, ഫിഫ്ത്ത് കോളം 0. അപ്പോൾ നമുക്ക് 0 + 0 എന്ന് പറയുമ്പോൾ 0 ആണ് നമുക്ക് കോസ്റ്റ് ഓഫ് റിഡക്ഷൻ കിട്ടുന്നത്. ഇനി നമുക്ക് ഈ നോഡിന്റെ കോസ്റ്റ് ഓഫ് നോഡിന്റെ കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കണം. കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ്, ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്ത എഡ്ജ് 1 to 2 പ്ലസ് ഇതിന്റെ പാരന്റിന്റെ കോസ്റ്റ്, അതായത് കോസ്റ്റ് ഓഫ് 1 പ്ലസ് കോസ്റ്റ് ഓഫ് റിഡക്ഷൻ, ഇപ്പൊ നമുക്ക് കിട്ടിയ റിഡക്ഷൻ വാല്യൂ, അതാണ് നമുക്ക് ചെയ്തത്. കോസ്റ്റ് ഓഫ് 1 to 2, കോസ്റ്റ് ഓഫ് 1 to 2 നമ്മൾ ഇതിൽ നോക്കാം. ഇൻഫിനിറ്റി ആക്കി നമ്മൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ആ വാല്യൂ നമ്മൾ നോക്കണം. കോസ്റ്റ് ഓഫ് 1 to 2, 1 നിന്ന് 2ലേക്കുള്ള കോസ്റ്റ് എത്രയാണ്? 10 ആണ്. കട്ട് ചെയ്ത് ഇൻഫിനിറ്റി ആക്കിയിട്ടുണ്ട്. അതിന് മുമ്പ് വരുന്ന ആ കോസ്റ്റ് ആണ് നമ്മൾ എഴുതേണ്ടത്, 10. അപ്പൊ 10 പ്ലസ് കോസ്റ്റ് ഓഫ് 1, പാരന്റിന്റെ കോസ്റ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ് 25, പ്ലസ് കോസ്റ്റ് ഓഫ് റിഡക്ഷൻ, ഇവിടെ 0 ആണ് കിട്ടിയത്, ഒന്നും റെഡ്യൂസ് ചെയ്യില്ല, അപ്പൊ 0. അപ്പൊ ടോട്ടൽ കോസ്റ്റ് എത്ര കിട്ടി? 35 കിട്ടി. ഈ കോസ്റ്റ് ആണ് നമ്മൾ നോഡ് 2ന്റെ കോസ്റ്റ് ആയിട്ട് എഴുതേണ്ടത്. ഇപ്പൊ നോഡ് 2ന്റെ കോസ്റ്റ് ഇവിടെ എന്ത് എഴുതാം? നോഡ് 2ന്റെ കോസ്റ്റ് 35 എന്ന് എഴുതി. ഓക്കെ. ഇനി നോഡ് 3യുടെ ഇതുപോലെ കണ്ടുപിടിക്കാം. നോഡ് 3യുടെ കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാണ്? എഗെയിൻ ഏത് മെട്രിക്സ് ആണ് എടുക്കേണ്ടത്? നോഡ് 1ന്റെ അപ്ഡേറ്റഡ് മെട്രിക്സ് ആണ് എടുക്കേണ്ടത്, പാരന്റിന്റെ ആണ് എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ചെയ്യാം. അപ്പൊ അതിന്റെ നോക്കാം. നോഡ് 3യുടെ ചെയ്യുന്നത് എങ്ങനെയാ നോക്കാം. നോഡ് 3 ഫോർ നോഡ് 3ക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പൊ പാരന്റിന്റെ മെട്രിക്സ് ആദ്യം എഴുതി, പാരന്റിന്റെ മെട്രിക്സിലെ വാല്യൂസ് എഴുതി. പിന്നെ എന്ത് ചെയ്യണം? നോഡ് 3 എന്ന് പറയുമ്പോൾ എഡ്ജ് ഏതാണ്? 1 to 3 വരുന്ന എഡ്ജ് ആണ് വരുന്നത്. ഓക്കെ, 1 നിന്ന് 3ലേക്കുള്ള എഡ്ജ്. ഓക്കെ, അതായത് 1 ആണ് പാരന്റ്, ഈ എഡ്ജ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പാരന്റ് നോഡിൽ നിന്ന് ഓക്കെ കൺസിഡറിങ് ദിസ് എഡ്ജ് 1 to 3 എന്ന് പറയുന്ന എഡ്ജ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ 1 to 3, അപ്പൊ ഏതൊക്കെയാണ് ഇൻഫിനിറ്റി ആക്കട്ടെ നോക്കാം. പാരന്റിന്റെ ബേസ് മെട്രിക്സ് എടുത്തു. പാരന്റിന്റെ ബേസ് മെട്രിക്സ് എടുത്തിട്ട് ഏതൊക്കെയാണ് ഇൻഫിനിറ്റി ആക്കേണ്ടത്? 1 to 3 എന്ന് പറയുന്ന എഡ്ജ് കൺസിഡർ ചെയ്യുമ്പോൾ റോ 1 കംപ്ലീറ്റ് ഇൻഫിനിറ്റി ആക്കണം, റോ 1. പിന്നെ എന്ത് ഇൻഫിനിറ്റി ആക്കണം? കോളം 3 എന്ന് പറയുമ്പോൾ ഈ കോളം കംപ്ലീറ്റ് ഇൻഫിനിറ്റി ആക്കണം. അത് 2 ഇൻഫിനിറ്റി ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? പിന്നെ ഒരു എലമെന്റും കൂടി ഇൻഫിനിറ്റി ആക്കണം. അതേതാണ്? ഈ 3യിൽ നിന്ന്, അതായത് ഇപ്പൊ ഇത് ij ആണെങ്കിൽ jയിൽ നിന്ന് j to 1 എന്ന് പറയുന്ന, അതായത് സ്റ്റാർട്ടിംഗ് വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇതും ഇൻഫിനിറ്റി ആക്കണം. അതായത് 3 1 എപ്പോഴും 1 തന്നെയാണ്. 1ലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എല്ലാ കേസിലും ഇൻഫിനിറ്റി ആക്കുന്നത്. 3 1. ഓക്കെ, അപ്പൊ ഇവിടെ 3 1 ഏതാണ്? 3 1 എന്ന് പറയുമ്പോൾ ഈ എലമെന്റ് ആണ്. അതെന്താണെന്ന് കട്ട് ചെയ്തിട്ട് അതിനെയും ഇൻഫിനിറ്റി ആക്കാം. എന്നിട്ട് സെയിം പ്രോസസ്സ് ചെയ്യാം. അതായത് റോ മിനിമം എഴുതാം, കോളം മിനിമം എഴുതാം. ഇപ്പൊ റോ മിനിമം എല്ലാത്തിനും 0 ആണ് വന്നത്. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടും കോളം മിനിമം വരുന്നത് 11 ആണ്. ഇപ്പൊ ഇത് ആഡ് ചെയ്യുമ്പോൾ 11 എന്ന് വന്നു. ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് 1 to 3 പ്ലസ് പാരന്റിന്റെ കോസ്റ്റ് പ്ലസ് കോസ്റ്റ് ഓഫ് ഇപ്പൊ കിട്ടിയ റിഡക്ഷൻ. ഓക്കെ, അപ്പൊ 1 to 3 കോസ്റ്റ് നമുക്ക് ഇതിന് 1 നിന്ന് 3ലേക്ക് ഇൻഫിനിറ്റി ആക്കി കട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ആ കോസ്റ്റ് എടുത്ത് എഴുതാം, 17 പ്ലസ് പാരന്റിന്റെ കോസ്റ്റ് എത്രയാണ്? 25 പ്ലസ് റിഡക്ഷന്റെ കോസ്റ്റ് ഇപ്പൊ 11 ആണ്. പാരന്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് 1. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇത് ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 53 കിട്ടി. ആ വാല്യൂ ആണ് നമ്മളിപ്പോ ഈ ഗ്രാഫ്, ഈ ട്രീ അപ്പൊ ഇങ്ങനെ ഓരോന്ന് കിട്ടുന്നതിനനുസരിച്ച് ട്രീ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ വാല്യൂ ആണ് നമ്മളിപ്പോ ഇവിടെ എഴുതിയത്. 53 എന്നുള്ള വാല്യൂ കിട്ടി, അതിവിടെ എഴുതി. തേർഡ് നോഡിന് കിട്ടി. ഓക്കെ, തേർഡ് നോഡിന് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ നമ്മൾ വരച്ച ട്രീ ആണെങ്കിൽ ഓക്കെ തേർഡ് നോഡിന് ഈ വാല്യൂ കിട്ടി. ഇപ്പൊ 53 എന്നുള്ള കോസ്റ്റ് ഇവിടെ എഴുതി. ഇനി നെക്സ്റ്റ് ഫോർത്തിന്റെ ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യും. ഫോർത്തിനും ബേസ് ആക്കി വെക്കേണ്ടത് ഈ 1ന്റെ മെട്രിക്സ് ആണ്. ക്വസ്റ്റ്യനിലുള്ള മെട്രിക്സ് അല്ല, 1ന്റെ അപ്ഡേറ്റഡ് മെട്രിക്സ് ആണ് ബേസ് ആക്കി വെക്കേണ്ടത്. ഇപ്പൊ 4ന്റെ എടുക്കാം. 4ന്റെ ഇതുപോലെ തന്നെ നോഡ് 4ന്റെ ഇതുപോലെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നോഡ് 4ന്റെ നോക്കാം. 4 എന്ന് പറയുമ്പോൾ 1 to 4 ആണ് നമ്മുടെ എഡ്ജ് വരുന്നത്. അപ്പൊ ഏതൊക്കെ ഇൻഫിനിറ്റി ആക്കണം? റോ 1ഉം കോളം 4ഉം ഇൻഫിനിറ്റി ആക്കാം. റോ 1 കോളം 4, പിന്നെ ഒരു എലമെന്റ് 4 to 1 എന്ന് പറയും. അപ്പൊ റോ 1 കംപ്ലീറ്റ് ഇൻഫിനിറ്റി ആക്കി, അതുപോലെ കോളം 4th കോളവും കംപ്ലീറ്റ്ലി ഇൻഫിനിറ്റി ആക്കി. പിന്നെ 4 to 1 എന്ന് പറയുന്ന എലമെന്റ്, 4 to 1 എന്ന് പറയുമ്പോൾ ഈ എലമെന്റ്, ഇതും ഇൻഫിനിറ്റി ആക്കി. നോഡ് 4ന്റെ അതുപോലെ കോസ്റ്റ് കണ്ടുപിടിക്കുക. C1 to 4. ദെൻ പാരന്റിന്റെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് വരുന്നത് 25 ആണ് പാരന്റിന്റെ കോസ്റ്റ്. 1 ആണ് പാരന്റ് കോസ്റ്റ് 25 പ്ലസ് കോസ്റ്റ് ഓഫ് റിഡക്ഷൻ. ഇവിടെ റിഡക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല, അപ്പോൾ കോസ്റ്റ് ഓഫ് റിഡക്ഷൻ 0 ആണ്. അപ്പൊ അങ്ങനെ 0 പ്ലസ് 25 പ്ലസ് 0 ഇപ്പൊ 25 കിട്ടും.
ഇതേ അപ്രോച്ച് തന്നെ എടുത്തിട്ട് ഇതുപോലെ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്ത് നോഡ് 5ന്റെയും ചെയ്യാം. അതായത് 1ന്റെ അപ്ഡേറ്റഡ് മെട്രിക്സ്, നോഡ് 1ന്റെ അപ്ഡേറ്റഡ് മെട്രിക്സ് എടുത്ത് ഇതേപോലെ തന്നെ നെക്സ്റ്റ് ഇതിന്റെയും കാൽക്കുലേറ്റ് ചെയ്യാം. നോഡ് 5ന്റെയും കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് ഈ വാല്യൂസ് ഒക്കെ നമ്മുടെ ട്രീക്കകത്ത് അപ്ഡേറ്റ് ചെയ്യാം. വാല്യൂസ് ട്രീക്കകത്ത് അപ്ഡേറ്റ് ചെയ്യുക. 4ന് കിട്ടിയ വാല്യൂ എന്താണ്? 4ന് ഇപ്പോൾ കിട്ടിയത് 25 ആണ്. ദെൻ 5 നോഡ് 5ന് കിട്ടിയ വാല്യൂ എന്താണ്? ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടും. നോഡ് 5ന് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 31 ആണ്. അപ്പോൾ നോഡ് 5ന്റെ വാല്യൂ 31 എന്നും അപ്ഡേറ്റ് ചെയ്യും. ഇനി നമുക്ക് അടുത്ത നോഡുകൾ വരയ്ക്കണം. അടുത്ത നോഡുകൾ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് TSP ആണ്, മിനിമം കോസ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഈ മിനിമം വരുന്ന ഈ കോസ്റ്റിനെ മാത്രം, ഇതിന്റെ മാത്രം ചൈൽഡ് നോഡ്സ് വരച്ചാൽ മതി. ഇതിൽ മിനിമം ഏതൊക്കെയാണ്? 35 ഉണ്ട്, 53 ഉണ്ട്, 25 ഉണ്ട്, 31. അതിൽ വെച്ച് മിനിമത്തിനെ മാത്രം എടുക്കാം. ഇതിനെ മാത്രം എക്സ്പാൻഡ് ചെയ്യാം. ചൈൽഡ് നോഡ്സ് ഇതിന് മാത്രം കൊടുത്താൽ മതി. ഇതിന്റെ ചൈൽഡ് നോഡ് എന്തൊക്കെ വരും? ഇപ്പൊ 1ൽ നിന്നാണ് നമ്മൾ 4ലേക്ക് എത്തിയത്. 4ൽ നിന്ന് എങ്ങോട്ടൊക്കെ പോകാൻ പറ്റും? 1 കഴിഞ്ഞു 4ലെത്തി. 4th സിറ്റിയിൽ നിന്ന് പിന്നെ എങ്ങോട്ട് പോകാൻ പറ്റും? 2nd സിറ്റിയിലേക്ക് പോവാം. ഓക്കെ, 2nd സിറ്റിയിലേക്ക് പോവാം. അതുപോലെ 3rd സിറ്റിയിലേക്ക് പോവാം. ദെൻ 5th സിറ്റിയിലേക്ക് പോവാം. ഈ നോഡിന്റെ നമ്പറിങ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക. 5 വരെയാണ് നമ്മൾ കൊടുത്തിരുന്നത്. ഇപ്പൊ നോഡിന്റെ നമ്പറിങ് ഇവിടെ 6 എന്ന് കൊടുക്കുക, ഇവിടെ 7 എന്ന് കൊടുക്കുക, ഇവിടെ 8 എന്ന് കൊടുക്കുക. ആക്ച്വലി ഇത് 2nd ആണ്, ദെൻ ഇത് 3rd നോഡാണ്, ഇത് 5th നോഡാണ്. നമ്പറിങ്ങിന് വേണ്ടി നമ്മൾ 5 കഴിഞ്ഞപ്പോൾ 6, 7, 8 എന്ന് കൊടുത്തു. അപ്പൊ ഫസ്റ്റ് സിറ്റിയിൽ നിന്ന് 4th സിറ്റി വരെ എത്തി. 4th സിറ്റിയിൽ നിന്ന് പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? 4th സിറ്റിയിൽ നിന്ന് പിന്നെ പോകുന്നത് എങ്ങോട്ടൊക്കെ പോകാൻ പറ്റുന്നു ഓപ്ഷൻസ് ഇതൊക്കെയാണ്. 2nd സിറ്റിയിലേക്ക് പോവാം, ദെൻ 3rd സിറ്റിയിലേക്ക് പോവാം, ഓക്കെ, ദെൻ 5th സിറ്റിയിലേക്ക് പോവാം. ഇങ്ങനത്തെ 3 ഓപ്ഷൻസ് ആണുള്ളത്. ഇതിന്റെ ഉള്ളിലത്തെ നമ്പറിങ് നോഡുകളുടെ നമ്പറിങ് ആണ്. നമ്മൾ ജസ്റ്റ് 6, 7, 8 കണ്ടിന്യൂസ് നമ്പറിങ് കൊടുക്കും. ഓക്കെ, 4th സിറ്റിയിൽ നിന്ന് ഇപ്പൊ ഇനി ഈ നോഡുകളുടെ നോഡ് 6, നോഡ് 7, നോഡ് 8ന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അതിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ അപ്രോച്ച് എടുക്കുക. അപ്പൊ ഇവിടെ നോഡ് 6ന്റെ കോസ്റ്റ് ആണ് നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്ന മാട്രിക്സ് എന്ന് പറയുന്നത് നോഡ് 4ന്റെ അപ്ഡേറ്റഡ് മാട്രിക്സ് ആണ് എടുക്കുന്നത്. അതായത് പാരന്റിന്റെ അപ്ഡേറ്റഡ് മാട്രിക്സ് ആണ് എടുക്കുന്നത്. നേരത്തെ നമ്മൾ 1ന്റെ ആണ് എടുത്തത്. കാരണം എന്താണ്? 1 ആയിരുന്നു. 2, 3, 4, 5ന്റെ പാരന്റ് 1 ആയിരുന്നു. ഇവിടെ പാരന്റ് ആരാണ്? 4 ആണ്. പിന്നെ ഈ എഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? 4 to 2 എന്നാണ് ഈ എഡ്ജിന്റെ പേര്. അപ്പോൾ 4th റോ ഇൻഫിനിറ്റി ആക്കണം, 2nd കോളം ഇൻഫിനിറ്റി ആക്കണം, അതുപോലെ 2 to 1 ഇൻഫിനിറ്റി ആക്കണം. അതായത് 2ൽ നിന്ന് സ്റ്റാർട്ടിംഗ് മെട്രിക്സ് 1ലേക്കുള്ള വാല്യൂ കൂടി ഇൻഫിനിറ്റി ആക്കണം. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ 4th നോഡിന്റെ മെട്രിക്സ് ആണ് നമ്മൾ ബേസ് മെട്രിക്സ് ആയിട്ട് നോഡ് 6ന്റെയും 6, 7, 8ന്റെ ചെയ്യുമ്പോൾ എടുക്കേണ്ടത്. അപ്പൊ 4th നോഡിന്റെ അപ്ഡേറ്റഡ് മെട്രിക്സ് ഏതാണ്? ഇതാണ് 4th നോഡിന്റെ അപ്ഡേറ്റഡ് മെട്രിക്സ്. അതായത് ആദ്യത്തെ റോ കംപ്ലീറ്റ് ഇൻഫിനിറ്റി ആണ്. പിന്നത്തെ റോയിൽ എത്രയാണ്? 12, ഇൻഫിനിറ്റി 11, ഇൻഫിനിറ്റി 0. അതിന്റെ അപ്ഡേറ്റഡ് 1, 0, 3, ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി 2, ഇൻഫിനിറ്റി 3, 12, ഇൻഫിനിറ്റി 0, 11, 0, 0, 12, ഇൻഫിനിറ്റി. അപ്പൊ ഈ അപ്ഡേറ്റഡ് ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി. അപ്പോൾ ഈ അപ്ഡേറ്റഡ് വാല്യൂ ഓഫ് ദ നോഡ് 4 ആണ് നമ്മളിവിടെ നോഡ് 6ന്റെ ചെയ്യുമ്പോൾ ബേസ് ആയിട്ട് എടുക്കുന്നത്. ഇപ്പൊ നോഡ് 6ന്റെ ചെയ്യുമ്പോഴും അതുപോലെ 7ന്റെ ചെയ്യുമ്പോഴും 8ന്റെ ചെയ്യുമ്പോഴും നോഡ് 4ന്റെ അപ്ഡേറ്റഡ് മാട്രിക്സ് നമ്മളിവിടെ ഇതായിട്ട് എടുക്കാം. ഓക്കെ, ഇപ്പൊ നോഡ് 6ന്റെ ചെയ്യുമ്പോൾ അതെടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യണം? ഈ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യും. സെയിം പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇപ്പൊ സെയിം പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? ഇപ്പൊ ഇവിടെ നമ്മള് ഫസ്റ്റ് റോ, ഫസ്റ്റ് കോളം, അങ്ങനത്തെയാണ് ഈ സെയിം പ്രോസസ്സ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്. അഗൈൻ നോഡ് 6, 7, 8ന് നോഡ് 4ന്റെ ബേസ് മാട്രിക്സ് കൊടുത്തു. അത് കഴിഞ്ഞ് ഇപ്പൊ നോഡ് 6 എന്ന് പറയുന്നത് എന്താണ്? 4 to 2 എന്ന് പറയുന്ന എഡ്ജാണ് നോഡ് 6ൽ വരുന്നത്. ഓക്കെ, നോഡ് 7ൽ വരുന്ന എഡ്ജ് ഏതാണ്? നോഡ് 7ൽ വരുന്ന എഡ്ജ് എന്ന് പറയുന്നത് ഇപ്പൊ ട്രീയിലാണ് നമ്മൾ നോക്കേണ്ടത്. നോഡ് 7 എന്ന് പറയുന്ന എഡ്ജ് എന്ന് പറയുന്നത് ഏതാണ്? 4 to 3. 4 to 3 ആണ്. നോഡ് 8 എന്ന് പറയുന്നത് 4 to 5 ആണ്. ഇപ്പൊ നോഡ് 7 എന്ന് പറയുന്ന എഡ്ജ്, ഓരോ എഡ്ജുകളും ഏതാണ് സൈഡിൽ എഴുതിക്കുക. ഇത് 4 to 3 ആണ്, ഇവിടെ 4 to 5 ആണ്. ഈ സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? റോ I ഇൻഫിനിറ്റി ആക്കണം, കോളം 2 ഇൻഫിനിറ്റി ആക്കുക, റോ 4 ഇൻഫിനിറ്റി ആക്കുക, 4th റോ കംപ്ലീറ്റ് ഇൻഫിനിറ്റി ആക്കുക. ബേസ് എടുക്കേണ്ടത് ആരുടെയാണ്? നോഡ് 4ന്റെ ബേസ് മെട്രിക്സ് എടുക്കേണ്ടത്. നോഡ് 4ന്റെ മെട്രിക്സ്, അപ്ഡേറ്റഡ് മെട്രിക്സ് ആണ് എടുക്കേണ്ടത്.
നോഡ് 1ന്റെ അല്ല, നോഡ് 4ന്റെ. എന്നിട്ട് അതിൽ നമ്മൾ ചേഞ്ചസ് വരുത്താം, നേരത്തെ ചെയ്ത പോലെ തന്നെ പിന്നെ ചെയ്യാം. അതായത് 4th റോ സെക്കൻഡ് കോളം ഇൻഫിനിറ്റി, കംപ്ലീറ്റ് ഇൻഫിനിറ്റി ആക്കുക. ദെൻ ഈ 2, ഇവിടെ ഒരു 2 കൊടുത്തിട്ടുണ്ട്, 2ന്ന് സ്റ്റാർട്ടിംഗ് വെർട്ടെക്സിലേക്ക്, സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് 1 ആണ്, 2 to 1 എന്നുള്ളതും ഇൻഫിനിറ്റി ആക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും റെഡ്യൂസ് റോ ചെയ്യുക, റെഡ്യൂസ് കോളം ചെയ്യുക. എന്നിട്ട് ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, C4 to 2 ആ കോസ്റ്റ് ആണ് ഇതിൽ നിന്ന് എടുക്കുന്നത്. 4th റോ സെക്കൻഡ് കോളത്തിൽ എടുക്കുന്ന ആ കോസ്റ്റ്, ഇൻഫിനിറ്റി ആക്കുന്നതിന് മുമ്പുള്ള ആ കോസ്റ്റ് 3 പ്ലസ് കോസ്റ്റ് ഓഫ് ദ പാരന്റ്. കോസ്റ്റ് ഓഫ് ദ പാരന്റ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ്, ഇവിടെ പാരന്റ് ആരാണ്, 4 ആണ്, അപ്പൊ C4 പ്ലസ് ഇവിടെ നടത്തിയിരിക്കുന്ന റിഡക്ഷൻ, ഇവിടെ എല്ലാം 0 ആണ്, അപ്പൊ റിഡക്ഷൻ 0 ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് 28 എന്ന് കിട്ടും. അതുപോലെ ഇതിന്റെയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 50 എന്ന് കിട്ടും. നെക്സ്റ്റ് നോഡിന്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 36 കിട്ടും. ഇനി ഇതുപോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെ നമുക്ക് നെക്സ്റ്റ് വരുമ്പോൾ എങ്ങനെയാണ്, 6, 7, 8ന്റെ 6ന്റെ കോസ്റ്റ് 28 എന്ന് കിട്ടി, 7ന്റെ ഇത് ചെയ്തപ്പോൾ 50 എന്ന് കിട്ടി, ഇതിന്റെ ചെയ്തപ്പോൾ 36 കിട്ടി. ഇതിൽ മിനിമം ആരാണ്, ഈ 28 ആണ് മിനിമം. അപ്പൊ അതിനെ മാത്രമാണ് ഇനി എക്സ്പാൻഡ് ചെയ്യുന്നത്. അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ സിറ്റി 1ൽ നിന്ന് സിറ്റി 4 വരെ എത്തി, 4ൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് എടുത്ത് ഇതേതാണ് 2 എടുത്തപ്പോഴാണ് ഇങ്ങോട്ട് കിട്ടിയത്. ഇപ്പൊ 1ഉം 4ഉം 2ഉം കഴിഞ്ഞു. ഈ ബാക്കിയുള്ള സിറ്റീസ് ഏതൊക്കെയാണ്, 3ഉം 5ഉം ആണ്. അപ്പൊ ഒരെണ്ണം 3ലേക്ക് ഉണ്ടായിരിക്കും, ഒരെണ്ണം 5 എന്ന് പറഞ്ഞ നോഡിലേക്ക് സിറ്റിയിലേക്ക് ഉണ്ടായിരിക്കും. നോഡ് നമ്പറിങ് കണ്ടിന്യൂസ് കൊടുക്കുക, 9, 10 കൊടുക്കുക. ഇനി എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഈ സി, അതായത് നോഡ് 6 എന്ന് പറയുന്നത്, നോഡ് 6 ഇതാണ്. ഓക്കെ, നോഡ് 6ന്റെ ആണ് ഇനി നമ്മൾ ഇതിലെടുക്കേണ്ടത്. നോഡ് 6ന്ന് ഈ നോഡ് 6ന്റെ ബേസ്, നോഡ് 6 ആണ് പാരന്റ്, അപ്പൊ അതിന്റെ അപ്ഡേറ്റഡ് മാട്രിക്സ് എടുക്കുക. അപ്പൊ അതില് നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ ഇൻഫിനിറ്റി ആക്കുക. ഇൻഫിനിറ്റി ആക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ 2ന്ന് 2 to then ഇത് 3 ആണ്, ഇത് 5 ആണ്. അപ്പൊ 2 to 3 എന്ന് പറയുമ്പോൾ റോ 2 കോളം 3 ഇൻഫിനിറ്റി ആക്കുക. അതുപോലെ 3 to 1ഉം ഇൻഫിനിറ്റി ആക്കുക. ഇത് സെയിം പ്രോസസ് ചെയ്യാം. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇവിടെ 2 കോസ്റ്റ് ഉണ്ട്, ഇവിടെ കോസ്റ്റ് 52 കിട്ടും, ഇവിടെ 28 കിട്ടും. അപ്പൊ ഇതിൽ രണ്ടിലും മിനിമം 28 ആണ്. 28 എന്ന് പറയുമ്പോൾ നോഡ് 10 ആണ്. അപ്പൊ ഇവിടെ നിന്ന് അടുത്ത കഴിഞ്ഞ് 5 കഴിഞ്ഞ് ഇവിടെ റിമെയിൻ ചെയ്യുന്നത് 3 ആണ്. അപ്പൊ 3ലേക്കുള്ള കോസ്റ്റ് കാണാം. അപ്പൊ ലാസ്റ്റ് ഫൈനൽ കോസ്റ്റ് നമുക്ക് ഇവിടെ 28 കിട്ടും. അതാണ് നമ്മുടെ ആൻസർ. പിന്നെ ഏത് വേയിലൂടെയാണ് വന്നത് നോക്കുക, ഫൈനൽ നോഡിലേക്ക്. അതാണ് ഇതിന്റെ ട്രാവലിംഗ് സെയിൽസ്മാന്റെ പാത്ത് ആയിട്ട് കൊടുക്കുന്നത്. 1, 4, 2, 5, 3 ലാസ്റ്റ് 1 സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ തന്നെ തിരിച്ചെത്തുന്നു കാണിക്കാനായിട്ട് 1 എന്ന് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് റിമൈനിങ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നുള്ളൂ. ഇതുപോലത്തെ സെയിം അപ്രോച്ച് തന്നെ എടുത്ത് കംപ്ലീറ്റ് ചെയ്യാവുന്നുള്ളൂ. ഇപ്പൊ നോഡ് 9 ബൈ 6, 7, 8 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കേണ്ടത് ഏതാണ്, ഇതാണ്. നോഡ് 9ഉം 10ഉം ആണ് പിന്നെ എഴുതേണ്ടത്, 9 and 10. നെക്സ്റ്റ് ഇതിൽ നമുക്ക് ഇതിന്റെ ജസ്റ്റ് സ്റ്റെപ്സ് എങ്ങനെയാ നോക്കാം. ലാസ്റ്റ് വാല്യൂസ് ആണ് ഇവിടെ കിട്ടിയത്. സ്റ്റെപ്സ്, ഇതിന് അൽഗോരിതം എന്ന് പറയുന്നത് സ്റ്റെപ്സ് ഇൻവോൾവ് എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പ്രോപ്പർ അൽഗോരിതം അല്ല, സ്റ്റെപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓരോ സ്റ്റെപ്സും എങ്ങനെയാ നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, കൺസിഡർ ദ ഗ്രാഫ് GDE, റെഡ്യൂസ് ദ കോസ്റ്റ് മാട്രിക്സ് ഓഫ് ദ ഗ്രാഫ്. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്, കോസ്റ്റ് മാട്രിക്സിനെ റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ A row column is said to be reduced if and only if it's at least one element is 0. അതിനുവേണ്ടി ആദ്യം റോയിനെ റെഡ്യൂസ് ചെയ്യുക, പിന്നെ കോളത്തിനെ റെഡ്യൂസ് ചെയ്യുക. കൺസ്ട്രക്ട് ദ സ്റ്റേറ്റ് സ്പേസ് ട്രീ പാരലലി കൺസ്ട്രക്ട് ചെയ്യണം. അസോസിയേറ്റ് റെഡ്യൂസ്ഡ് കോസ്റ്റ് വിത്ത് ഈച്ച് നോഡ്. ലെറ്റ് A be the reduced cost matrix for node R. Let S be a child of R such that the tree edge RS corresponds to including edge IJ in the 2. Then the reduced cost matrix for S can be obtained as follows. ആദ്യം ഇൻഫിനിറ്റി ആക്കേണ്ടത് എന്തൊക്കെയാണ്, റോ I and column J ഇൻഫിനിറ്റി ആക്കണം, of A to infinity. This prevents the use of any more edges leaving vertex I or entering vertex J. പിന്നെ എന്തുകൂടി ഇൻഫിനിറ്റി ആക്കണം, J to 1 കൂടി ഇൻഫിനിറ്റി ആക്കണം. പിന്നെ വീണ്ടും റെഡ്യൂസ് റോസ് ആൻഡ് കോളംസ് റെഡ്യൂസ് ചെയ്യാം. ദെൻ ഇതിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കോസ്റ്റ് ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ്, റെഡ്യൂസ്ഡ്, ഇവിടെ C of R പ്ലസ് ഇത് പാരന്റിന്റെ കോസ്റ്റ് പ്ലസ് IJ എന്ന് പറയുന്ന ആ എഡ്ജിന്റെ കോസ്റ്റ് പ്ലസ് കോസ്റ്റ് ഓഫ് റിഡക്ഷൻ. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ നോഡിന്റെയും കോസ്റ്റ് കിട്ടും. പിന്നെ അപ്പർ എന്ന് പറഞ്ഞ വാല്യൂ റൂട്ടിന് മാത്രം നമ്മൾ എഴുതും, അത് ഇൻഫിനിറ്റി ആവും. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് ആൻസർ കിട്ടി കഴിയുമ്പോൾ ആ ആൻസറിനെ വെച്ചിട്ട് അപ്പറിനെ ഇൻഫിനിറ്റി മാറ്റി അപ്ഡേറ്റ് ചെയ്ത് ആ ആൻസറിന്റെ വാല്യൂ ആണ് നമ്മൾ എഴുതുന്നത്.
ഇതാണ് ഇതിന് അൽഗോരിതം, പ്രോപ്പർ അൽഗോരിതം അല്ല, സ്റ്റെപ്സ് ഇൻവോൾവ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്.